നെറ്റ്വർക്ക് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അറേബ്യൻ ജ്വല്ലേഴ്സ് പയ്യന്നൂർ തൃക്കരിപ്പൂർ. വിശ്വാസത്തിന്റെ മണ്ണിൽ വിശ്വസ്തയോടെ കല്ലറക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ. സ്കൈ ഗോൾഡ് പത്തരമാറ്റിന്റെ ആത്മബന്ധം. സുനിത ഫർണിച്ചർ, സുനിത ടവർ, താവക്കര, കണ്ണൂർ. വിലക്കുറവിന്റെ, ഗുണമേന്മയുടെ, വിശ്വാസതയുടെ യഥാർത്ഥ നാമം നിക്ഷാൻ. ഫാഷൻ ഗോൾഡ് ഇന്റർനാഷണൽ, ചെറുവത്തൂർ, തലശ്ശേരി, കാസർഗോഡ്, പയ്യന്നൂർ. ഐഡിയൽ ഡെക്കോ, ഹോം ആൻഡ് ഓഫീസ് ഫർണിച്ചർ ആൻഡ് ആക്സസറീസ്, പള്ളിക്കുന്ന്, കണ്ണൂർ, 7th മൈൽ ജംഗ്ഷൻ, തളിപ്പറമ്പ്. പുതുമന ഗോൾഡ് ഹൗസ്, മെയിൻ റോഡ്, പയ്യന്നൂർ. വിളംബരത്തിലൊതുങ്ങാത്ത വിശ്വസ്തത. മണിത്താലി ഗോൾഡ് ഗ്യാരണ്ടി ആഭരണങ്ങൾ ഇനി പയ്യന്നൂരിലും. ABC സെയിൽസ് കോർപ്പറേഷൻ, കണ്ണൂർ, തളിപ്പറമ്പ, പയ്യന്നൂർ, കാഞ്ഞങ്ങാട്. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസിന്റെ എല്ലാ പ്രേക്ഷകർക്കും പുതുവത്സരാശംസകൾ. പ്രധാന വാർത്തകൾ. ലോകം പുതുവർഷപ്പിറവിയുടെ ആഹ്ലാദാഘോഷങ്ങളിൽ. ലോകം പുതുവർഷത്തെ വരവേൽക്കുന്നത് തികഞ്ഞ ശുഭപ്രതീക്ഷകളോടെ. ശ്രീനാരായണ ഗുരുവിന്റെ ദൈവദശകമെന്ന പ്രാർത്ഥനാഗീതത്തിന് 100 വയസ്സ്. കവിത എന്ന നിലയിലും പ്രാർത്ഥന എന്ന നിലയിലും സമാനതകളില്ലാത്ത രചനയത്രേ ദൈവദശകം. പുത്തുലോട്ട് ജനാധിപത്യ വിരുദ്ധ സമീപനങ്ങൾക്കെതിരെ CPIയുടെ പ്രതിഷേധ സത്യഗ്രഹം. അധികൃതർ തുടരുന്ന അവഗണനയിലും കടുത്ത യാത്രാദുരിതത്തിലും മനംനൊന്ത് കടന്നപ്പള്ളി, പാണപ്പുഴ, ഏര്യം, കുപ്പേരി നിവാസികൾ. പോലീസിനെതിരെ പയ്യന്നൂരിൽ വ്യാപക പോസ്റ്റർ പ്രചരണം. ജനജാഗ്രതാ സമിതിയുടെ പേരിലാണ് പോസ്റ്ററുകൾ. ജനകീയ പ്രതിഷേധം വിജയം കണ്ടു. തൃക്കരിപ്പൂർ പൂച്ചോരിൽ പൊടിശല്യത്തിന് പരിഹാരമായി. വാർത്തകൾ വിശദമായി. ആഹ്ലാദ വിഷാദങ്ങളുടെ അനുഭവ വൈവിധ്യങ്ങൾ പകർന്നേകെ നമ്മുടെ വാഴ്വിൽ നിന്നും ഒരു വർഷം കൂടി വിടവാങ്ങുകയായി. സന്തോഷിക്കാനും സന്തപിക്കാനും ഏറെ അനുഭവങ്ങൾ നൽകിയാണ് 2014 വിടവാങ്ങുന്നത്. ലോകം വർദ്ധിതോത്സാഹത്തോടെ ശുഭപ്രതീക്ഷയോടെ പുതുവർഷത്തെ വരവേൽക്കുകയാണ്. ഇടമുറിയാത്ത കാലപ്രവാഹത്തിൽ സംഭവബഹുലമായ ഒരാണ്ടറുതി കൂടി. അഭിമാനം പകർന്നും ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും നിരാശപ്പെടുത്തിയും വെറുപ്പിച്ചും ചെറുതും വലുതുമായ പരസഹസ്രം അനുഭവങ്ങളിലൂടെ കടന്നെത്തുമ്പോൾ 2014 ഒടുക്കത്തെ കലണ്ടർ പള്ളിയിൽ സമ്മിശ്രഭാവങ്ങളുടെ ചുവപ്പ് രാശി. ചോരയും കണ്ണീരും തെറിച്ചു വീണ് കുതിർന്നു ചുവന്ന മാർത്തടവുമായാണ് 2014 യാത്രാമൊഴി. ഒപ്പം ഗോളാന്തര യാത്രകളുടെ മംഗളയശസ്സിന്റെ പൊൻതൂവലുകളും 2014 കിരീടത്തിന് അലങ്കാരം. സ്വാർത്ഥത്തിന്റെയും ഭ്രാന്തവൽക്കരിക്കപ്പെട്ട വിശ്വാസത്തിന്റെയും വാൾമുനകളും തോക്കിൻകുഴലുകളും ചിതറിത്തെറിപ്പിച്ച കുരുന്നു പ്രാണനുകളെ, നിരപരാധരുടെ അവസാന പിടച്ചിലുകളെ ഒരസ്തമയത്തിനും ഇനി വന്നെത്താനിരിക്കുന്ന ഏതുദയത്തിനും മായ്ച്ചുകളയാനാവില്ലെന്നറിയാം. ആകസ്മികമായ വിയോഗങ്ങൾക്കും ഓർക്കാപ്പുറത്ത് വീശിയടിച്ച ദുരന്തങ്ങളുടെ കൊടുങ്കാറ്റുകൾക്കും കടപുഴക്കാനാകാത്ത ആത്മവിശ്വാസവും സുപ്രതീക്ഷകളുമാണ് അനാദിയായ കാലത്തിന്റെ കരുത്ത്. പോയിമറഞ്ഞ കാലത്തിന്റെ നന്മകളെ തോളിലേറ്റി തിന്മകളെ ചവറ്റുകൂനയിലെറിഞ്ഞ് പുതുവർഷത്തെ നമുക്ക് വരവേൽക്കാം. സഹജാതൃതൻ മൊഴി സംഗീതമായി തോന്നും നാളുകൾ വരിക തന്നെ ചെയ്യുമെന്ന പ്രതീക്ഷയോടെ സംഘയജ്ഞങ്ങൾക്കും നിർഭയ പോരാട്ടങ്ങൾക്കും ഇടമൊരുക്കി അതിജീവനങ്ങളുടെ മഹാഗാഥകൾ തീർക്കാൻ ശുഭപ്രതീക്ഷകളോടെ നവവത്സരത്തെ വരവേൽക്കുക. കടന്നുപോയതിനേക്കാൾ ശുഭകരങ്ങളാകട്ടെ വരാനിരിക്കുന്ന നാളുകളെന്ന പ്രാർത്ഥനയോടെ എല്ലാവർക്കും നെറ്റ്വർക്ക് ചാനലിൻ്റെ നവവത്സരാശംസകൾ.
ദൈവദശകത്തിന് 100 വയസ്സ്. ശ്രീനാരായണ ഗുരുവിന്റെ സുപ്രസിദ്ധമായ ഈ പ്രാർത്ഥനാ ഗീതം നൂറ്റാണ്ടിനിപ്പുറവും പ്രസക്തമായി നിൽക്കുകയാണ്. കവിത എന്ന നിലയിലും പ്രാർത്ഥന എന്ന നിലയിലും സമാനതകളില്ലാത്ത ഒരു സ്ഥാനമാണ് ദൈവദശകത്തിനുള്ളത്. ദൈവമേ കാത്തുകൊള്ളുകങ്ങ്. ശ്രീനാരായണ ഗുരു രചിച്ച ദൈവദശകത്തിന് 100 വയസ്സ് തികഞ്ഞു. മഹർഷിയായ ഒരു കവിയാണ് ശ്രീനാരായണ ഗുരുവെന്ന് അദ്ദേഹത്തിന്റെ ദൈവദശകം തെളിവാകുകയാണ്. ലാളിത്യവും ഗഹനതയും ഒത്തിണങ്ങിയ ഈ പ്രാർത്ഥനാഗീതം ഒരു നൂറ്റാണ്ട് പിന്നിട്ടിട്ടും ഇന്നും ഏറെ പ്രിയങ്കരമായി തന്നെ നിലനിൽക്കുകയാണ്. അതിരില്ലാത്ത സമുദ്രമായി ജീവിതത്തെ സങ്കല്പിക്കുകയും അതിന്റെ തിരമാലകളിൽ പെട്ടുഴലുന്ന മനുഷ്യാവസ്ഥയെയും സങ്കല്പിച്ചുകൊണ്ടാണ് പ്രാർത്ഥനാഗീതം ആരംഭിക്കുന്നത് തന്നെ. നശ്വരമായ സ്വാർത്ഥസുഖങ്ങൾക്കു പിന്നാലെ മനുഷ്യൻ വ്യർത്ഥമായാണ് ഓടുന്നതെന്ന് ഗുരു ഈ ഗീതത്തിൽ കൂടി നമ്മെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. 10 ശ്ലോകങ്ങളാണ് ഈ പ്രാർത്ഥനാഗീതത്തിലുള്ളത്. പ്രവർത്തിക്കേണ്ടത് ദൈവമല്ല അവനവൻ തന്നെയാണെന്ന സന്ദേശവും ഇത് ഉൾക്കൊള്ളുന്നുണ്ട്. ഒപ്പം തന്നെ സൃഷ്ടിയും സ്രഷ്ടാവും സൃഷ്ടിജാലവും സൃഷ്ടിക്കുള്ള സാമഗ്രിയും ദൈവമാണെന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ദൈവദശകം. ഗുരുദേവന്റെ ഇതര കൃതികളിൽ പലതിലും പറയുന്ന ഉപദേശങ്ങളുടെ സത്ത തന്നെയാണ് ദൈവദശകം. ദൈവചൈതന്യമായ നന്മ ഉള്ളിൽ നിറയ്ക്കാൻ ഈ പ്രാർത്ഥനാഗീതം നമുക്ക് കരുത്തു നൽകുന്നു. ഓരോ കാലത്തും ഓരോ രീതിയിൽ വായിച്ചെടുക്കാൻ കഴിവുള്ളതാവണം മഹത്തായ കൃതി എന്ന അർത്ഥത്തിൽ ദൈവദശകം കാലാതിവർത്തിയാകുകയാണ്. മനുഷ്യരാശി തലമുറകളിലൂടെ ഇനിയും ദൈവദശകം പാടിക്കൊണ്ടേയിരിക്കും. ന്യൂസ് ബ്യൂറോ, കരിവള്ളൂർ. പുത്തിലോട്ട് ജനാധിപത്യ വിരുദ്ധ സമീപനങ്ങൾക്കെതിരെ CPIയുടെ പ്രതിഷേധ സത്യഗ്രഹം. പുത്തിലോട്ട് മാപ്പിടിച്ചേരി കാവിന് സമീപം CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ബംഗളം കുഞ്ഞികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പുത്തിലോട്ട് പ്രദേശത്ത് CPIയുടെ സമ്മേളന ബോർഡുകളും പതാകകളും നശിപ്പിച്ചുവെന്നാരോപിച്ച് CPI പുത്തിലോട്ട് ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ സത്യഗ്രഹം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ബംഗളം കുഞ്ഞികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ആ പരാതി കൊടുക്കുമ്പോഴും ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ ഭാഗത്ത് മറുപടി കിട്ടാതെ വന്നപ്പോൾ ഞാനാണ് ഏരിയ കമ്മിറ്റി സെക്രട്ടറി സഖാവ് മുസ്തഫയെ വിളിച്ച് ഈ സംഭവം പറയുന്നത്. സഖാവ് മുസ്തഫ പറഞ്ഞു, ഞാൻ അറിഞ്ഞു, ഞാൻ കൊടക്കാട് പോകുന്നുണ്ട്, അവിടെ LC യോഗമുണ്ട്, അവിടെ ഞങ്ങളത് കാര്യങ്ങൾ ചർച്ച ചെയ്യും. CPI പിലിക്കോട് ലോക്കൽ സെക്രട്ടറി AP നാരായണൻ അധ്യക്ഷനായി. PA നായർ, P വിജയകുമാർ, A അമ്പൂഞ്ഞി, M അസിനാർ, രവീന്ദ്രൻ മാണിയാട്ട്, രാജീവൻ കരിങ്കനായി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് 7ാം വാർഡിൽപ്പെട്ട ഏരും കുപ്പേരി നിവാസികൾക്ക് പറയാനുള്ളത് യാത്രാ ദുരിതത്തിന്റെയും അധികൃതർ തുടരുന്ന അവഗണനയുടെയും കൈപ്പേറിയ കഥകൾ മാത്രം. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് 7ാം വാർഡിൽപ്പെട്ട കുപ്പേരി ഏരിയം നടപ്പാലമാണിത്. വർഷങ്ങൾക്ക് മുൻപ് പ്രവാസി മലയാളികളുടെയും നാട്ടുകാരുടെയും കൂട്ടായ്മയിൽ ജനകീയമായി പണിത പാലം ഇന്ന് കൈവരികൾ തകർന്ന് ദുർബലാവസ്ഥയിലാണ്. ഏതു ദേശത്തിൻ്റെയും വികസന സൂചികകളിൽ ഒന്നാമത്തേതായി പരിഗണിക്കപ്പെടേണ്ടത് സുരക്ഷിതവും സുഗമവുമായ യാത്രാ സൗകര്യങ്ങളാണെന്നിരിക്കെ ഈ പ്രദേശത്തോട് വികസന വിഷയത്തിൽ അധികൃതർ തുടരുന്നത് കുറ്റകരമായ അവഗണനയാണെന്നതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാനിടയില്ല. ഏരിയം സ്കൂൾ, പാൽ സൊസൈറ്റി, ക്രിസ്ത്യൻ മുസ്ലിം ദേവാലയങ്ങൾ, ക്ഷേത്രം തുടങ്ങി മനുഷ്യർക്ക് ദൈനംദിനം ബന്ധപ്പെടേണ്ടിടത്തേക്കെല്ലാം ഈ അപകടാവസ്ഥയിലുള്ള പാലം വഴിയാണ് കടന്നു വരേണ്ടത്. ദിവസവും കുട്ടികളെ സ്കൂളിലയക്കാനും തിരിച്ചെത്തിക്കാനും രക്ഷിതാക്കൾ ഇവിടെ കാത്തുകെട്ടി നിന്ന് പാലം കടത്തിവിടേണ്ട സ്ഥിതിയാണ്. വീതി തീരെയില്ലാത്ത പാലത്തിന്റെ കൈവരികൾ ഏതാണ്ട് പൂർണ്ണമായും തകർന്നു വീണു കഴിഞ്ഞു. അവശേഷിക്കുന്ന ഏതാനും കൈവരി തൂണുകളും മറിഞ്ഞു വീഴാറായ നിലയിൽ തന്നെയാണ്. മഴക്കാലമായാൽ കുത്തിയൊഴുകുന്ന ഈ ആഴമേറിയ പുഴക്ക് കുറുകെ ജീവൻ പണയപ്പെടുത്തിയാണ് പ്രദേശത്തെ 700ഓളം വരുന്ന കുടുംബങ്ങൾ ഇരുകരകൾ താണ്ടുന്നത്. നാട്ടുകാരുടെ കൂട്ടായ്മയിൽ പണ്ട് നിർമ്മിച്ച പാലം ഇന്നത്തെ നിലയിൽ തീർത്തും അപര്യാപ്തവുമാണ്. ഒരു ചെറുവാഹനത്തിന് പോലും കടന്നുവരാൻ കഴിയാത്തതിനാൽ ഇവിടത്തുകാർ അനുഭവിക്കുന്ന യാത്രാക്ലേശം എത്രയെന്ന് പറഞ്ഞറിയിക്കാനാവില്ല. രോഗഗ്രസ്തരായവരെ അത്യാവശ്യമായി ആശുപത്രിയിലൊന്ന് എത്തിക്കണമെങ്കിൽ കുപ്പേരി ബസ് സ്റ്റോപ്പ് വരെ ചുമന്ന് എത്തിക്കേണ്ട സ്ഥിതിയാണ്. ഇങ്ങനെയൊരു ദുർഗതി ഒരുപക്ഷെ ഇക്കാലത്ത് തങ്ങൾക്ക് മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നാണ് ഇന്നാട്ടുകാർ പറയുന്നത്. ചളി കൊണ്ട് നിറഞ്ഞ് ആള് തെന്നി വീഴുന്ന അവസ്ഥ. നല്ലവരായ കുറച്ച് ആൾക്കാർ കൂടിയിട്ട് സെക്കൻഡ് കല്ലിറക്കിയിട്ട് ജനകീയ പങ്കാളിത്തത്തോടുകൂടി തന്നെ ആ കാര്യങ്ങൾ ഇപ്പോൾ വളരെ വൃത്തിയാക്കി ഇപ്പോൾ
ജനങ്ങൾക്ക് കടന്നു പോകാൻ പറ്റുന്നൊരവസ്ഥ ആയിക്കൊണ്ട്. അതുപോലെ തന്നെ ഈ പാലത്തിൻ്റെ അടുത്ത് തന്നെ അതിഭീമകരമായ ഒരു മരം വളർന്നു നിൽപ്പുണ്ട്. ഈ മരം ഏത് സമയത്ത് എന്ന് പറഞ്ഞ പോലെ തന്നെ പാലത്തിലേക്ക് വീഴാൻ പറ്റുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. അതുകൊണ്ട് എത്രയും വേഗം പഞ്ചായത്ത് ഇടപെട്ട് ആ സ്ഥലത്തു നിന്ന് ആ മരം മുറിച്ച് നീക്കി തരേണ്ടത് ഏറ്റവും വലിയ അത്യാവശ്യ കാര്യമാണ്. പാലത്തിലേക്കുള്ള സമീപന റോഡ് ചെളിപുതഞ്ഞ് യാത്രായോഗ്യമല്ലാതായിട്ടും പഞ്ചായത്ത് യാതൊരു നടപടിയും സ്വീകരിക്കാതായപ്പോൾ നാട്ടുകാർ തന്നെ സ്വന്തം നിലയിൽ ധനസമാഹരണം നടത്തിയാണ് കഴിഞ്ഞ വർഷം സമീപന റോഡ് കല്ലുപാകി ഉയർത്തി യാത്രായോഗ്യമാക്കിയത്. തങ്ങളുടെ ഏറ്റവും പ്രാഥമികമായ ആവശ്യങ്ങളോട് പോലും സർക്കാരും പഞ്ചായത്തും എന്തുകൊണ്ടാണ് ഇങ്ങനെ പുറംതിരിഞ്ഞു നിൽക്കുന്നതെന്നാണ് ഇവർ ചോദിക്കുന്നത്. വീതി ഒട്ടുമില്ലാത്ത പാലം കാലപ്പഴക്കത്താൽ തകർച്ചയിലാണിന്ന്. സമീപത്തു തന്നെ കടയിളകി നിൽക്കുന്ന കൂറ്റൻ മരമാകട്ടെ ഏതു നിമിഷവും പാലത്തിനു മുകളിൽ പതിച്ചേക്കാമെന്ന നിലയിലാണ്. അടുത്ത മഴക്കാലം താണ്ടാൻ ഏതു നിലയ്ക്കും ഈ പാലത്തിനു കഴിയുമെന്ന പ്രതീക്ഷയും ഇന്നാട്ടുകാർക്കില്ല. അതുകൊണ്ടുതന്നെ ഇവിടുത്തെ 700-ഓളം വരുന്ന കുടുംബങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾക്ക് അറുതി വരുത്തും വിധം വലിയ വാഹനങ്ങൾക്ക് കൂടി കടന്നുവരാനാകുന്ന വിധത്തിൽ വീതിയേറിയ പുതിയ പാലം നിർമ്മിച്ചു നൽകണമെന്നാണ് നാട്ടുകാർ ഒറ്റ ശബ്ദത്തിൽ ആവശ്യപ്പെടുന്നത്. ജനകീയ ആവശ്യങ്ങൾക്ക് നേരെ ഇരുചെവികളും കൊട്ടിയടക്കുന്നതിൽ വിരുദേറിയവരാണെന്ന വിശേഷണം ഭൂഷണമായി കാണാത്തവരാണ് നമ്മുടെ ഭരണാധികാരികൾ എന്നതിനാൽ ഇവരുടെ ഈ കുഗ്രാമീണരുടെ ഏറ്റവും ന്യായമായ ആവശ്യം ഒട്ടും വൈകാതെ തന്നെ പരിഗണിക്കപ്പെടുകയും പരിഹരിക്കപ്പെടുകയും ചെയ്യുമെന്ന് തന്നെ കരുതാം. പോലീസിനെതിരെ പയ്യന്നൂരിൽ വ്യാപക പോസ്റ്റർ പ്രചരണം. പോലീസും സാമൂഹ്യവിരുദ്ധരുമായുള്ള അവിഹിത കൂട്ടുകെട്ട് ഒഴിവാക്കുക, പോലീസിനും ജനങ്ങൾക്കുമിടയിൽ ഇടനിലക്കാരുടെ ആവശ്യമില്ല എന്നിങ്ങനെയാണ് ജനജാഗ്രതാ സമിതിയുടെ പേരിൽ പ്രത്യക്ഷപ്പെട്ട പോസ്റ്ററുകളുടെ ഉള്ളടക്കം. പയ്യന്നൂർ ടൗണിലടക്കമുള്ള വിവിധ ഭാഗങ്ങളിലാണ് ബുധനാഴ്ച രാവിലെ ജനജാഗ്രതാ സമിതിയുടെ പേരിൽ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത്. കയ്യെഴുത്ത് രൂപത്തിലുള്ളതാണ് പോസ്റ്ററുകൾ. പയ്യന്നൂരിൽ ഈയിടെയായി വർദ്ധിച്ചുവരുന്ന അക്രമങ്ങൾക്കെതിരെയാണ് പോസ്റ്റർ പ്രചരണം. പോലീസ് സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് നടക്കുന്ന പോലീസ് ഗുണ്ടാ മാഫിയ കൂട്ടുകെട്ട് അവസാനിപ്പിക്കണമെന്നും പോലീസിനും ജനങ്ങൾക്കുമിടയിൽ ഇടനിലക്കാരുടെ ആവശ്യമില്ലെന്നും പോലീസ് സ്റ്റേഷനിലെ ചില പോലീസുകാർക്ക് പരോക്ഷമായി മാഫിയ ബന്ധമുണ്ടെന്നും പോലീസിന്റെ ഇടപെടലുകൾ കാര്യക്ഷമമല്ലെന്നും പോലീസ് സ്റ്റേഷനിൽ സാധാരണക്കാരെ അവഗണിക്കുകയാണെന്നും ഇടനിലക്കാരും മറ്റും കയറിയിറങ്ങി പോലീസ് സ്റ്റേഷൻ ഭരിക്കുകയാണെന്നും മറ്റുമാണ് ജനജാഗ്രതാ സമിതി പയ്യന്നൂരിന്റെ പേരിൽ പതിപ്പിച്ച പോസ്റ്ററിലെ വാക്യങ്ങൾ. തിങ്കളാഴ്ച അന്തരിച്ച ചലച്ചിത്ര സംവിധായകൻ മധു കൈതപ്രത്തിനെ പയ്യന്നൂർ ഫെസ്റ്റ് സംഘാടക സമിതിയുടെ നേതൃത്വത്തിൽ അനുസ്മരിച്ചു. സിനിമാ നാടകരംഗത്തെ പ്രമുഖർ അനുസ്മരിച്ചു. ദേശീയ രംഗത്തു തന്നെ പ്രതിഭയുള്ള ആളായിരുന്നു മധു കൈതപ്രമെന്നും വർഷങ്ങളോളം മലയാള സിനിമയ്ക്കും ഇന്ത്യൻ സിനിമയ്ക്കും അടയാളപ്പെടുത്താവുന്ന വിധത്തിലുള്ള സിനിമകൾക്ക് സാക്ഷ്യം വഹിക്കാനുള്ള അവസരമാണ് നഷ്ടപ്പെട്ടിരിക്കുന്നതെന്നും അതിന് നേതൃത്വം കൊടുക്കാനുള്ള സന്ദർഭമാണ് പയ്യന്നൂർക്കാർക്ക് നഷ്ടമായിരിക്കുന്നതെന്നും അനുസ്മരണ സമ്മേളനത്തിൽ സംസാരിച്ചുകൊണ്ട് ഫെസ്റ്റ് നഗരിയിൽ സിനിമ നാടക നടൻ മഞ്ജുളൻ പറഞ്ഞു. മധുരത്തിൻ്റെ കൂടെ പ്രവർത്തിക്കുവാൻ വേണ്ടിയിട്ടുണ്ടായിട്ടുണ്ട്. എൻ്റെ ഒരു സിനിമയുടെ അസോസിയേറ്റ്, ഞാൻ അഭിനയിച്ച ഒരു സിനിമയുടെ അസോസിയേറ്റ് ഡയറക്ടർ കൂടിയായിരുന്നു മധുരൻ. സ്വതന്ത്രമായിട്ട് സിനിമ ചെയ്യുന്നത് തൊട്ടുമുണ്ട്. അപ്പോൾ ആ സമയത്ത് സിനിമയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ 1 മാസമോ 2 മാസം മാത്രമായിരിക്കും ചിലപ്പോൾ സിനിമ ഷൂട്ട് ചെയ്യുക. കലാകാരൻ സമൂഹത്തിനു വേണ്ടി നല്ലത് ചെയ്യുമ്പോൾ സമൂഹത്തിന് കലാകാരനോടും ഉത്തരവാദിത്തമുണ്ടെന്നും ആ ഉത്തരവാദിത്തം സമൂഹം നിറവേറ്റാത്തതുകൊണ്ട് എരിഞ്ഞൊടുങ്ങുമ്പോൾ നഷ്ടം നമുക്ക് തന്നെയാണെന്നും മഞ്ജുളൻ കൂട്ടിച്ചേർത്തു. നഗരസഭാ പ്രതിപക്ഷ നേതാവ് AP നാരായണൻ അധ്യക്ഷനായി. സംവിധായകരായ മനോജ് ഖാന, MD അന്നൂർ, ഫെസ്റ്റ് സംഘാടക സമിതി കോഓർഡിനേറ്റർ K ശിവകുമാർ, മനോജ് കുമാർ K തുടങ്ങിയവർ സംബന്ധിച്ചു. കല്യാശ്ശേരി മണ്ഡലത്തെ സമ്പൂർണ്ണ ജൈവ പച്ചക്കറി മണ്ഡലമാക്കി മാറ്റുമെന്ന് TV രാജേഷ് MLA. താവം പുന്നച്ചേരി സെന്റ് മേരീസ് LP സ്കൂൾ പച്ചക്കറി വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MLA. കല്യാശ്ശേരി മണ്ഡലത്തിലെ 105 സ്കൂളുകളിൽ സൗകര്യങ്ങൾക്കനുസരിച്ച് ജൈവകൃഷി നടത്താനുള്ള നടപടികൾ പുരോഗമിച്ചു വരികയാണ്. ഏറ്റവും നല്ല രീതിയിൽ കൃഷി നടത്തി 1ഉം 2ഉം സ്ഥാനങ്ങൾ നേടുന്ന വിദ്യാലയങ്ങൾക്ക് MLA ഫണ്ടിൽ നിന്നും പ്രോത്സാഹനം നൽകുമെന്നും TV രാജേഷ് MLA പറഞ്ഞു. സ്കൂളിന്റെ മുറ്റത്ത് നട്ടുവളർത്തിയ വിവിധങ്ങളായ പച്ചക്കറിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു. വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും PTA കമ്മിറ്റിയുടെയും നേതൃത്വത്തിലാണ് കൃഷി ഇറക്കിയത്. C സുനിൽകുമാർ പരിസ്ഥിതിയും കുട്ടികളും എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു. കല്യാശ്ശേരി ബ്ലോക്ക് കൃഷി ഓഫീസർ ജോളി അലക്സ്, ചെറുകുന്ന് പഞ്ചായത്ത് കൃഷി ഓഫീസർ K രാഖി, മാടായി AEO VM രാജീവൻ, തായത്തമ്പു, ടോം പ്രസാദ്, ജോൺ മാസ്റ്റർ, VP സജിത്ത്, സൗമ്യ, പ്രീത, ക്രിസ്റ്റീനി, ഷൈനി എന്നിവർ സംബന്ധിച്ചു.
ജനകീയ പ്രതിഷേധം വിജയം കണ്ടു. തൃക്കരിപ്പൂർ പൂച്ചോലിൽ പൊടിശല്യത്തിന് പരിഹാരമായി. മെല്ലെപ്പോക്കിലായിരുന്ന PWD റോഡ് പണി വീണ്ടും ഊർജിതപ്പെടുത്തിയത് ഉപരോധ സമരം ഉൾപ്പെടെയുള്ള പ്രതിഷേധത്തിനൊടുവിൽ. തൃക്കരിപ്പൂർ പൂച്ചോൽ ഭാഗത്ത് കച്ചവടക്കാരും വീട്ടുകാരും യാത്രക്കാരും അനുഭവിച്ച ദുരിതം ദൃശ്യവൽക്കരിച്ച ക്യാമറ തന്നെ പണിമുടക്കിയിരുന്നു. ഇന്ന് തുടങ്ങും നാളെ തുടങ്ങും എന്ന് പറഞ്ഞ് PWD അധികൃതർ ആഴ്ചകളോളം പൊടിതിരിച്ചത് സഹിക്കവയ്യാതായപ്പോഴാണ് നാട്ടുകാർ പ്രക്ഷോഭത്തിനൊരുങ്ങിയത്. പ്രതികരിക്കാത്തവരെ കൊഞ്ഞനം കുത്താമെന്ന അധികൃതരുടെ ധാർഷ്ട്യമാണ്, അല്ലാതെ നിർമ്മാണ സാമഗ്രികൾ ഇല്ലാഞ്ഞിട്ടല്ല പണി തുടങ്ങാതിരുന്നതെന്ന് ജനങ്ങൾക്ക് ബോധ്യവുമായി. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ മൂരിക്കോവൽ ഇട്ടാങ്കോവൽ വയലിൽ ജൈവ പച്ചക്കറി ഒരുങ്ങുന്നു. ജൈവ പച്ചക്കറി നടീലോത്സവം നഗരസഭാ വൈസ് ചെയർമാൻ KK ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ മൂരിക്കോവൽ ഇട്ടാങ്കോവൽ വയലിൽ നടത്തുന്ന ജൈവ പച്ചക്കറി കൃഷി നടീൽ ഉത്സവം നഗരസഭാ വൈസ് ചെയർമാൻ KK ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൗൺസിലർ പോത്തേര കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. 3ാം തവണയാണ് ഡിവൈഎഫ്ഐ ജൈവ പച്ചക്കറി പാടം ഒരുക്കുന്നത്. പിലിക്കോട് കാർഷിക കോളേജ് ഓഫീസർ ഡോക്ടർ മീര, മഞ്ജുഷ, പയ്യന്നൂർ കൃഷിഭവൻ ഓഫീസർ സുരേഷ്, ജൈവ കർഷകൻ KBR കണ്ണൻ, MB രവി, കർഷക സംഘം നേതാവ് K സതീശൻ, രാജേഷ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു. ചീര, പയർ, വെള്ളരി, കക്കിരി, കുമ്പളം, വെണ്ട, കൈപ്പക്ക എന്നീ ഇനങ്ങളാണ് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നത്. പരിയാരം മെഡിക്കൽ കോളേജ് CH സെന്ററിന്റെ പ്രചരണാർത്ഥം നടക്കുന്ന റബീഹ് പ്രഭാഷണം വ്യാഴാഴ്ച നടക്കും. ആതുര സേവന രംഗത്ത് കഴിഞ്ഞ 4 വർഷമായി പരിയാരം മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു വരുന്ന CH സെന്ററിന്റെ പ്രചരണാർത്ഥമാണ് കാരുണ്യത്തിന്റെ തിരുദൂതരായ മുഹമ്മദ് നബിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് പഴയങ്ങാടി MECS സ്കൂൾ ഗ്രൗണ്ടിൽ റബീഹ് പ്രഭാഷണം സംഘടിപ്പിക്കുന്നത്. വ്യാഴാഴ്ച നടക്കുന്ന പ്രഭാഷണം KM ഷാജി MLA ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് കബീർ ഫൈസി ചെറുകോട് പ്രഭാഷണം നടത്തും. വെള്ളിയാഴ്ച നടക്കുന്ന പ്രഭാഷണം പാണക്കാട് സയ്യിദ് സാദിഖലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. CH സെന്ററിന്റെ പ്രവർത്തനങ്ങൾ വിശദീകരിക്കുന്ന ഡോക്യുമെന്ററിയുടെ പ്രകാശനം VK അബ്ദുൽ ഖാദർ മൗലവി നിർവഹിക്കും. തുടർന്ന് കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡ് നേടിയ ശിഹാബ് തങ്ങളുടെ ജീവിത മൂല്യങ്ങളെ ഉയർത്തിക്കാട്ടി നിർമ്മിച്ച സ്നേഹത്തിന്റെ തൂവൽ സ്പർശം എന്ന ഡോക്യുമെന്ററിയുടെ പ്രദർശനവും നടക്കുമെന്ന് ഭാരവാഹികൾ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. KV മുഹമ്മദ് കുഞ്ഞി, അബ്ദുൽ കരീം ചേലേരി, ഇബ്രാഹിംകുട്ടി തിരുവട്ടൂർ, അബ്ദുൽ ഹാജി, AP ബദറുദ്ദീൻ എന്നിവർ മാധ്യമസമ്മേളനത്തിൽ സംബന്ധിച്ചു. റെഡ് സ്റ്റാർ കാറമലിന്റെ ആഭിമുഖ്യത്തിൽ M ബാബു അനുസ്മരണ പരിപാടിയുടെ ഭാഗമായി സാംസ്കാരിക പ്രഭാഷണവും അനുമോദനവും കാറമലിൽ നടന്നു. കൊണ്ടുവന്നത് ചാർട്ട് പേപ്പറുകളും വർണ്ണക്കടലാസുകളും ചെറിയ കത്രികകളും വർണ്ണനൂലുകളും ഒപ്പം ഫെവിക്കോളും മാത്രം. പക്ഷേ വിരിഞ്ഞതോ 100-ൽ പരം കടലാസു ശില്പങ്ങൾ. കടലാസുകല എന്ന പേരിൽ സ്കൂൾ ഹാളിലായിരുന്നു പരിപാടി. ഒറിഗാമിയിലെ നൂതന സങ്കേതങ്ങൾ ഉൾപ്പെടെ കുഞ്ഞുവിരലുകളിലൂടെ ആവിഷ്കാരത്തിന്റെ പുതുസാധ്യതകൾ തുറന്നപ്പോൾ പരിശീലന ക്യാമ്പ് തന്നെ അക്ഷരാർത്ഥത്തിൽ വിസ്മയാനുഭവമായി മാറി. കരകൗശല വിദ്യ എന്ന് പറയുന്നത് നമ്മുടെ ചിന്തയും മനസ്സും കൈയും ഒരേ വികാരത്തോടുകൂടി പ്രവർത്തിക്കുന്ന രീതിയിലുള്ള സൂക്ഷ്മമായ ചില സമഗ്ര വികസനം കുട്ടികളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രവർത്തനമാണ് ഇവിടെ ഇന്ന് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. കണ്ടോത്ത് ALP സ്കൂളിലെ മുഴുവൻ കുട്ടികളും കടലാസുകലയിൽ പങ്കാളികളായപ്പോൾ അധ്യാപകരും രക്ഷിതാക്കളും ഉറച്ച പിന്തുണയുമായി ചുറ്റും കൂടി. CCRT ദേശീയ പരിശീലകൻ പ്രമോദ് അടുത്തിലെയാണ് പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തത്. VP സുകുമാരൻ അധ്യക്ഷനായി. KV വിജയൻ മാസ്റ്റർ, KV നളിനി എന്നിവർ സംസാരിച്ചു. പിന്നെയോ ഈ ഭാഗത്തും ഈ മോക്കത്ത് ഇങ്ങോട്ടേക്ക് KKN പരിയാരം ഗവൺമെന്റ് ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ ജീവാമൃത നിർമ്മാണവുമായി ശ്രദ്ധേയരാകുന്നു. ജീവാമൃതം ഉപയോഗിച്ച് വിളയിച്ച പച്ചക്കറിത്തോട്ടവും പൂന്തോട്ടവും മനോഹാരിത തുളുമ്പുന്നവയാണ്. പുതുമ പുതച്ചെത്തുന്ന കൃത്രിമ വളങ്ങൾ മണ്ണിനെയും മനുഷ്യനെയും വിഷലിപ്തമാക്കുമ്പോൾ പ്രകൃതിക്കിണങ്ങിയ കൃഷിരീതിയുമായി പുതിയ പാഠം രചിക്കുകയാണ് KKN പരിയാരം ഗവൺമെന്റ് ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ. പ്രശസ്ത കർഷകനും കൃഷി ഗവേഷകനുമായ സുഭാഷ് പാലേക്കർ വികസിപ്പിച്ചെടുത്ത ജീവാമൃതമാണ് കുട്ടികൾ സ്കൂളിൽ ഉണ്ടാക്കുന്നത്. നാടൻ പശുവിന്റെ ചാണകം, മൂത്രം എന്നിവയ്ക്കൊപ്പം ശർക്കര, ധാന്യപ്പൊടി, മണ്ണ് എന്നിവ നിശ്ചിത അനുപാതത്തിൽ മിശ്രണം ചെയ്ത് ആവശ്യമായ അളവിൽ വെള്ളവും ചേർത്ത് നിർമ്മിച്ചെടുക്കുന്ന ജീവാമൃത 2 ദിവസം നിഴലത്ത് വയ്ക്കണം. മണ്ണിനെ ഫലഭൂയിഷ്ടമാക്കുന്ന സൂക്ഷ്മാണുക്കൾ പെരുകി വർദ്ധിക്കാനാണ് നിഴലത്ത് വയ്ക്കുന്നത്. ഇവ മണ്ണിൽ നിക്ഷേപിക്കുമ്പോൾ സൂക്ഷ്മാണുക്കളുടെ പ്രവർത്തന ഫലമായി മണ്ണ് ഫലഭൂയിഷ്ടമായി തീരും. ജീവാമൃത ചെടികൾക്ക് നൽകുക വഴി നല്ല രീതിയിലുള്ള വളർച്ചയാണ് ചെടികൾക്ക് ഉണ്ടാകുക എന്നതിൻ്റെ തെളിവ് തന്നെയാണ് ഈ സ്കൂൾ മുറ്റത്ത് പൂത്തും കായ്ച്ചും നിൽക്കുന്ന പച്ചക്കറിത്തോട്ടവും പൂന്തോട്ടവും. തക്കാളി, പയർ, താലോലി, കുമ്പളം, ചീര, വഴുതന, വെണ്ട, ക്യാബേജ് തുടങ്ങിയവയാണ് കുട്ടികളുടെ പച്ചക്കറിത്തോട്ടത്തിലുള്ളത്.
ചെണ്ടുമല്ലി, വാടാർമല്ലി, കാശിത്തുമ്പ, റോസ്, വിവിധ ഇനം ഇലച്ചെടികൾ തുടങ്ങിയവയാൽ പൂന്തോട്ടം നിറഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല ജീവാമൃത ഉപയോഗിച്ച് ഔഷധ സസ്യങ്ങളും ഇവർ നട്ടുവളർത്തുന്നുണ്ട്. ഹെഡ് മാസ്റ്റർ KV രവീന്ദ്രൻ, പവിത്രൻ മാസ്റ്റർ, VV രവീന്ദ്രൻ മാസ്റ്റർ എന്നിവരാണ് കൃഷിക്ക് നേതൃത്വം നൽകുന്നത്. നാട്ടിൽ നിന്നും മറ്റും ഇറക്കുമതി ചെയ്യുന്ന വിഷലിപ്തമായിരിക്കുന്ന പച്ചക്കറികളും മറ്റും കഴിച്ച് രോഗാതുരമായൊരു സമൂഹമായിട്ട് കേരള സമൂഹം മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ ജൈവ കൃഷിയിലൂടെ ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷ്യപദാർത്ഥങ്ങൾ തന്നെ ഉപയോഗിക്കേണ്ടതുണ്ട്. അന്യസംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന വിഷമയമായ പച്ചക്കറികളെ ആശ്രയിച്ച് നമ്മുടെ സമൂഹം രോഗാതുര സമൂഹമായി മാറിക്കഴിഞ്ഞു. അതിനാൽ തന്നെ ഈ വിദ്യാർത്ഥികളുടെ പരിശ്രമം ഏറെ മാതൃകാപരമാണ്. 1.5 മാസം മുമ്പാണ് നമ്മുടെ സ്കൂളിൽ ഹരിത ക്ലബ്ബ് ആരംഭിച്ചത്. അതിൻ്റെ ഭാഗമായി ടെറസിൻ്റെ മുകളിൽ നമ്മൾ കുറേ പച്ചക്കറി കൃഷിയും തുടങ്ങിയിട്ടുണ്ട്. അതിൽ രാസവളങ്ങൾ തീരെ ഒഴിവാക്കിക്കൊണ്ട് ജൈവവളങ്ങൾ മാത്രം ഉപയോഗിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നമ്മളിപ്പോൾ ജീവാമൃത് തയ്യാറാക്കാൻ തുടങ്ങിയിട്ടുള്ളത്. തങ്ങളുടെ പ്രവൃത്തി മാതൃകയാക്കി കാർഷിക മേഖലയിൽ വിജയം കൊയ്യാൻ ഓരോരുത്തരും ശ്രമിക്കണമെന്നാണ് ഇവർക്ക് പറയാനുള്ളതും. ന്യൂസ് ബ്യൂറോ, പിലാത്ര. KSEB തൃക്കരിപ്പൂർ സെക്ഷനു കീഴിലെ ലാഭപ്രഭ വിജയികൾക്കുള്ള സമ്മാന വിതരണം സെക്ഷൻ ഓഫീസ് പരിസരത്ത് നടന്നു. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ ഉദ്ഘാടനം ചെയ്തു. KSEB തൃക്കരിപ്പൂർ സെക്ഷനിലെ വൈദ്യുതി ഉപയോഗം കുറച്ച ഉപഭോക്താക്കൾക്കുള്ള ലാഭപ്രഭ സമ്മാന പദ്ധതി 2013 സമ്മാനത്തിന് അർഹരായവർക്കുള്ള സമ്മാന വിതരണം തൃക്കരിപ്പൂർ സെക്ഷൻ ഓഫീസ് പരിസരത്ത് നടന്നു. 14 പേരാണ് സമ്മാനത്തിന് അർഹത നേടിയത്. ഇവർക്കുള്ള സമ്മാനമായ സൗരോർജ്ജ റാന്തൽ തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ വിതരണം ചെയ്തു. വൈദ്യുതി ഉപയോഗം കുറക്കുക എന്നുള്ള ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ വേണ്ടി എല്ലാവരും സഹകരിക്കണമെന്നാണ് വളരെ വിനീതമായി എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ചടങ്ങിൻ്റെ ഉദ്ഘാടനം ഒരു ഔപചാരികത മാത്രമാണ്. ഈ ലാഭപ്രഭയിൽ എൻ്റെ സഹോദരി കൂടി ഇതിനകത്ത് സമ്മാനം ലഭിച്ചിട്ടുണ്ട്. സെക്ഷൻ സീനിയർ സൂപ്രണ്ട് ചന്ദ്രൻ MV അധ്യക്ഷനായിരുന്നു. അസിസ്റ്റന്റ് എഞ്ചിനീയർ അജിത്, സെക്ഷൻ എഞ്ചിനീയർ സുരേഷ് കോളിക്കര, സന്തോഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ നേതൃത്വത്തിൽ ഊർജ്ജ സംരക്ഷണ ക്ലാസും നടന്നു. മരണത്തെ തടയുന്നത് എന്ന അർത്ഥത്തിലുള്ള അമൃത് എന്ന പേര് അമൃത് എന്ന ചെടിക്ക് ലഭിച്ചത് അതിന്റെ ഗുണഗണങ്ങൾ കൊണ്ട് തന്നെയാണ്. കാടുകളിലും നാട്ടിൻപുറങ്ങളിലും ധാരാളമായി കാണപ്പെടുന്ന ഈ ചെടി പ്രകൃതിയുടെ വരദാനം തന്നെയാണ്. അമൃത് എന്ന വാക്കിന്റെ അർത്ഥം മരണമില്ലാതാക്കുന്നത് എന്നാണ്. സ്വയം മരിക്കാതെ ചിരകാലം ജീവിക്കുകയും മറ്റ് ജീവികളെ രോഗമുക്തമാക്കി മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് ഈ ചെറു സസ്യത്തിന് അമൃത് എന്ന പേര് വന്നത്. കാട്ടമൃതും ചിറ്റമൃതും കൂടാതെ തൈനോസ്ഫോറ റൂഫി എന്ന മറ്റൊരിനത്തിൽപ്പെടുന്ന ഈ ചെടി പ്രമേഹത്തിന് ഒറ്റമൂലിയായി ഉപയോഗിക്കുന്നു. എന്നാൽ എല്ലാത്തരം പ്രമേഹത്തിനും ഈ ചെടിയുടെ ഒറ്റമൂലി പ്രയോഗം ഫലം കാണണമെന്നില്ല. ഇന്ത്യയുടെ വടക്കുകിഴക്കൻ മേഖലകളിലും ഫിലിപ്പൈൻസ്, മലേഷ്യ തുടങ്ങിയ പ്രദേശങ്ങളിലുമാണ് ഈ വള്ളിച്ചെടി കാണപ്പെടുന്നത്. മക്കാബുഫായി എന്ന് ഫിലിപ്പൈൻസിൽ അറിയപ്പെടുന്ന ഈ ചെടി ദേവാമൃതായിട്ടാണ് അവിടത്തുകാർ ഉപയോഗിക്കുന്നത്. തണ്ടിൽ ബെർബറിൻ എന്ന ആൽക്കലോയിഡും കയ്പുള്ള ഒരു പദാർത്ഥവും അടങ്ങിയിരിക്കുന്നതിനാൽ തന്നെ ഇതിന്റെ തണ്ടാണ് ഔഷധയോഗ്യമായ ഭാഗം. ചർമ്മരോഗം, വാതം, പ്രമേഹം, കൊളസ്ട്രോൾ എന്നിവയ്ക്കെതിരെ ഉപയോഗിക്കുന്ന ഔഷധങ്ങളുടെ ഒരു പ്രധാന ചേരുവ കൂടിയാണ് അമൃത്. അമൃത് ദീർഘകാലം ഉപയോഗിക്കുന്നതും ദോഷം ചെയ്യും. മലബാറിലെ ആദ്യത്തെ 9D തിയേറ്റർ പയ്യന്നൂർ മാളിൽ പ്രവർത്തനം ആരംഭിച്ചു. പ്രമുഖ സിനിമ ടെലിവിഷൻ താരം വിനോദ് കോവൂർ തിയേറ്റർ ഉദ്ഘാടനം ചെയ്തു. എല്ലാവരോടും ഈ വിവരം മൗത്ത് പബ്ലിസിറ്റി ആയിട്ട് നിങ്ങൾ എത്തിക്കണം എന്നവിടെ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കാരണം അറിഞ്ഞിട്ടാണ് ആളുകൾ വരേണ്ടത്. അങ്ങനെ എല്ലാവരും വരട്ടെ. തിയേറ്റർ നല്ലൊരു അനുഭവമാക്കി മാറ്റട്ടെ. ഞാനിപ്പോൾ ഒരുപാട് സന്തോഷത്തിലാണ്. കാരണം MIT മൂസ 100ാമത്തെ എപ്പിസോഡിൽ നിന്ന് 200ാമത്തെ എപ്പിസോഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്.
ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ സിനിമയിലെ ദൃശ്യങ്ങൾ പ്രേക്ഷകന് കൂടി അനുഭവിക്കാൻ കഴിയുന്ന തിയേറ്റർ വിസ്മയമാണ് 90. സിനിമയിലെ കഥാപാത്രങ്ങൾക്കൊപ്പം സഞ്ചരിക്കുവാനും കഥാപാത്രങ്ങളുടെ അനുഭവങ്ങൾ തൊട്ടറിയുവാനും കഴിയുന്ന നിരവധി ചിത്രങ്ങളാണ് തിയേറ്ററിൽ ഒരുക്കിയിട്ടുള്ളത്. 10 മിനിറ്റ് ദൈർഘ്യം വരുന്ന ഒരു ഷോയിൽ ഒരു സമയം 6 പേർക്ക് കാണുവാൻ സാധിക്കും. പയ്യന്നൂർ മാളിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത അധ്യക്ഷയായിരുന്നു. പയ്യന്നൂർ മാൾ ചെയർമാൻ എം കെ തയ്യിൽ, ഗ്രാൻഡ് തേജസ് മാനേജിംഗ് ഡയറക്ടർ കെ എം അഷ്റഫിന് നൽകി ആദ്യ ടിക്കറ്റ് വിൽപ്പന നിർവഹിച്ചു. ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് കെ യു വിജയകുമാർ, പി എസ് വിദ്യാലയ പ്രിൻസിപ്പൽ കെ എൻ ഗോപിനാഥൻ നമ്പ്യാർ, ISD സ്കൂൾ പ്രിൻസിപ്പൽ CC വിജയകുമാർ, വാർഡ് കൗൺസിലർ മണിയറചന്ദ്രൻ, പയ്യന്നൂർ മാൾ ചെയർമാൻ MC അമീർ അലി തുടങ്ങിയ പ്രമുഖർ ചടങ്ങിൽ സംബന്ധിച്ചു. പയ്യന്നൂർ കണ്ടോത്തിടം ശ്രീ സോമേശ്വരി ക്ഷേത്രം പാട്ട് മഹോത്സവത്തിന്റെ ഭാഗമായി നടന്ന അന്നദാനത്തിൽ നിരവധി പേർ പങ്കെടുത്തു. ഡിസംബർ 25 മുതൽ ജനുവരി 2 വരെ നടക്കുന്ന പാട്ട് മഹോത്സവത്തിന്റെ ഭാഗമായാണ് അന്നദാനം സംഘടിപ്പിച്ചത്. പാട്ട് മഹോത്സവത്തിന്റെ 7ാം പാട്ടും ആടിയിലൂണും ബുധനാഴ്ച നടന്നു. തുടർന്ന് തിടമ്പ് നൃത്തം അരങ്ങേറി. പാട്ടുത്സവത്തിന്റെ ഭാഗമായുള്ള കളത്തിലരിയും പൂന്തുരുത്തി മുച്ചിലോട്ട് ഭഗവതി കാവിൽ നിന്നുള്ള ഭഗവതിമാരുടെ എഴുന്നള്ളത്തും വ്യാഴാഴ്ച നടക്കും. ഇളമ്പച്ചി സെവൻസ് ഫുട്ബോളിൽ ചൊവ്വാഴ്ച നടന്ന മത്സരത്തിൽ മെട്ടമൽ ബ്രദേഴ്സ് മെട്ടമൽ വിജയികളായി. ഇളമ്പച്ചി സെവൻസിൽ തിങ്കളാഴ്ച നടന്ന മത്സരത്തിൽ ആതിഥേയരായ മെട്ടമൽ ബ്രദേഴ്സ് കിങ്സ് രാമന്തളിയുമായി ഏറ്റുമുട്ടി. തുടർച്ചയായി 3 ഗോളുകൾ വഴങ്ങിയ കിങ്സ് രാമന്തളി കളി അവസാനിക്കാൻ മിനിറ്റുകൾ മാത്രം ശേഷിക്കെ സമാശ്വാസ ഗോൾ നേടിയതോടെ 3-1 എന്ന സ്കോറിൽ മെട്ടമൽ ബ്രദേഴ്സ് ജേതാക്കളായി. റേഷൻ കാർഡ് പുതുക്കുന്നതിനുള്ള അപേക്ഷാ ഫോറം പയ്യന്നൂർ പോലീസ് സ്റ്റേഷന് പിറകിലുള്ള ARD നമ്പർ 10 റേഷൻ സ്റ്റോറിൽ നിന്നും ജനുവരി ഞായറാഴ്ച മുതൽ വിതരണം ചെയ്യും. ഉടമസ്ഥർ റേഷൻ കാർഡ് സഹിതം എത്തുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ലോകം പുതുവർഷപ്പിറവിയുടെ ആഹ്ലാദാഘോഷങ്ങളിൽ ലോകം പുതുവർഷത്തെ വരവേൽക്കുന്നത് തികഞ്ഞ ശുഭപ്രതീക്ഷകളോടെ. ശ്രീനാരായണ ഗുരുവിന്റെ ദൈവദശകമെന്ന പ്രാർത്ഥനാഗീതത്തിന് 100 വയസ്സ്. കവിത എന്ന നിലയിലും പ്രാർത്ഥന എന്ന നിലയിലും സമാനതകളില്ലാത്ത രചനയത്രേ ദൈവദശകം. പുത്തിലോട്ട് ജനാധിപത്യ വിരുദ്ധ സമീപനങ്ങൾക്കെതിരെ CPIയുടെ പ്രതിഷേധ സത്യഗ്രഹം. അധികൃതർ തുടരുന്ന അവഗണനയിലും കടുത്ത യാത്രാദുരിതത്തിലും മനംനൊന്ത് കടന്നപ്പള്ളി, പാണപ്പുഴ, ഏരിയം, കുപ്പേരി നിവാസികൾ. പോലീസിനെതിരെ പയ്യന്നൂരിൽ വ്യാപക പോസ്റ്റർ പ്രചരണം. ജനജാഗ്രതാ സമിതിയുടെ പേരിലാണ് പോസ്റ്ററുകൾ. ജനകീയ പ്രതിഷേധം വിജയം കണ്ടു. തൃക്കരിപ്പൂർ പൂച്ചോലിൽ പൊടിശല്യത്തിന് പരിഹാരമായി. ഒരിക്കൽ കൂടി നെറ്റ്വർക്ക് ചാനലിന്റെ എല്ലാ പ്രേക്ഷകർക്കും പുതുവത്സരാശംസകളോടെ ഈ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.